സമരാഗ്നിയുടെ പ്രിയങ്കരനായ നായകർ, കേരളത്തിന്റെ അഭിവന്ദ്യനായ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ വിശ്വനാഥ പെരുമാൾ, അധ്യക്ഷ വേദിയിലുള്ള KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. സിദ്ദിഖ് MLA, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ AP അനിൽകുമാർ MLA, സജീവ് ജോസഫ് MLA, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, KPCC ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കന്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, കോൺഗ്രസിന്റെ ഒരു മഹാസമ്മേളനം കണ്ണൂർ ജില്ലയിൽ 2 സ്ഥലത്ത് സമരാഗ്നി നടത്തുമ്പോൾ മട്ടന്നൂരിൽ ഈ സമരാഗ്നിയെ ഉൾക്കൊള്ളാനുള്ള സ്ഥല പരിമിതി ഉണ്ട് എന്ന കാര്യം ആദ്യമേ തന്നെ ഞാൻ നേതാക്കളെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് പരിസരം നാട്ടുകാർക്ക് പ്രയാസമുണ്ടാകുന്ന വിധത്തിൽ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ യോഗം ആരംഭിച്ചത്. ട്രാഫിക്കിന് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നാട്ടുകാർക്കുള്ള പ്രയാസത്തിൽ ഞങ്ങൾ ഖേദമറിയിക്കുകയാണ്. എന്തിനാണ് ഈ സമരാഗ്നി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നേതാക്കന്മാർ ഒരിക്കൽ കൂടി അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ കടന്നുവരും. കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ, വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, കാർഷിക മേഖലയുടെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്, കർഷക ആത്മഹത്യകളുണ്ട്, വന്യമൃഗ ശല്യത്തെക്കുറിച്ച് ഇവിടെ സിദ്ദിഖ് വയനാട്ടിലെ ഏറ്റവും അവസാനത്തെ അനുഭവം പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ, വികസന രംഗത്ത് കേരള സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയം, സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം കേരളത്തിലെ പ്രതിപക്ഷം അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഉള്ളിൽ ഇതിനെ സംബന്ധിച്ചുള്ള അമർഷമുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതൃനിരയും പ്രതിപക്ഷ അംഗങ്ങളും ജനകീയ ജീവൽ പ്രശ്നങ്ങൾ അവിടെയും ശക്തമായിട്ട് ഉയർത്തുകയാണ്. ഇത് സർക്കാരിന്റെ പണം ഉപയോഗിച്ച്, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച്, സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഉള്ള ഒരു രാഷ്ട്രീയ പ്രചരണമല്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? സർക്കാരിന്റെ നികുതി പണമാണ്. നികുതി പിരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചാണ്, പോലീസിനെയും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗിച്ചുകൊണ്ടാണ്, സഹകരണ ഡിപ്പാർട്ട്മെന്റിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് കാശ് പിരിച്ചത്. എങ്കിൽ ഇത് സാധാരണക്കാര് ജനങ്ങളുടെ കാശ് സമാഹരിച്ചുകൊണ്ടാണ് KPCC കേരളത്തിലെ കോൺഗ്രസ് സംഘടന ഈ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, നവകേരള സദസ്സ് ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഒരു വേദിയായിരുന്നില്ല. മുഖ്യമന്ത്രി അത് ആ സദസ്സിന്റെ 2ാം ദിവസം മട്ടന്നൂരിൽ വെച്ച് തന്നെ ഈ സദസ്സ് എന്താണ് എന്ന് വ്യക്തമായ സൂചന നൽകി. ഇവിടുത്തെ MLA സംസാരിച്ചപ്പോൾ മട്ടന്നൂരിന്റെ വികസന ആവശ്യങ്ങൾ ചിലതെല്ലാം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? അവരെ പരിഹസിച്ചു, അവരുടെ ഭർത്താവിനെ പരിഹസിച്ചു. നമ്മൾ വിചാരിച്ചു അത് മുഖ്യമന്ത്രിയും മട്ടന്നൂർ MLAയും തമ്മിൽ പാർട്ടിക്കകത്തുള്ള തർക്കങ്ങളായിരിക്കും ആ പരിഹാസത്തിന്റെ അടിസ്ഥാനം എന്ന് ധരിച്ചിരുന്നത്. എങ്കിൽ പാലായിലെത്തിയപ്പോഴേക്കും എന്തിനു വേണ്ടിയാണ് നവകേരള സദസ്സ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി വ്യക്തമാക്കി. അവിടുത്തെ MP ശ്രീ തോമസ് ചാഴികാടൻ ഒന്നാമതായിട്ട് ഉന്നയിച്ചത് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്നത്തെ ഇടതുപക്ഷ മുന്നണി LDF സർക്കാര് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെ അടിച്ചിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റബ്ബർ കർഷകർക്ക് സഹായമായി റബ്ബറിന്റെ താങ്ങുവില ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രഖ്യാപിച്ച 150 അതിനെ ഞങ്ങൾ 250 വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും വേദിയിലിരുത്തിക്കൊണ്ടാണ് തോമസ് ചാഴികാടൻ MP റബ്ബർ കർഷകരുടെ പ്രശ്നം പറഞ്ഞത്.
അതുപോലെ പാലായുടെ ചില വികസന കാര്യങ്ങൾ, സ്റ്റേഡിയം, കുടിവെള്ള പദ്ധതി, ഇതൊക്കെ പറഞ്ഞു. 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി എന്തായിരുന്നു മറുപടി പറഞ്ഞത് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി പറഞ്ഞു, തോമസ് ചാഴികാടന് നവകേരള സദസ് എന്തിനു വേണ്ടിയാണെന്ന് ഒട്ടും മനസ്സിലായിട്ടില്ല. ഇതൊന്നും പറയാനല്ല. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ, കർഷകാത്മഹത്യ, റബ്ബറിന്റെ വിലക്കുറവ്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊന്നും സംസാരിക്കാനല്ല നവകേരള സദസ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കി. എന്നാൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലും ഈ സംസ്ഥാനത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനകീയ ജീവൻ പ്രശ്നങ്ങൾ തന്നെയാണ്. അതാണ് ശ്രീ കെ സുധാകരനും വി ഡി സതീശനും ഇന്ന് കാസർഗോഡ് ജനങ്ങളെ കേട്ടത്. നാളെ കണ്ണൂരിൽ ജനങ്ങളുമായി അവര് സംസാരിച്ചുകൊണ്ട് ഈ ജീവൻ പ്രശ്നങ്ങൾ കേൾക്കാൻ, അതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാരുകളോട് ആവശ്യപ്പെടാൻ, അതിന്റെ സമരമുഖത്ത് ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുറച്ചാണ് ഈ സമരാജ്ഞിയുമായി മുന്നോട്ട് വരുന്നത്. അതിന് ജനങ്ങളുടെ നല്ല പിന്തുണയും പ്രതികരണവും ഉണ്ട് എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ പിന്തുണയും നമുക്ക് കിട്ടുന്ന പിൻബലവും കേരളത്തിന്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ടാണ് എം ഡി വാസുദേവൻ നായർ ഈ സർക്കാരിന്റെ പോക്കിനെ കുറിച്ച് എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ എന്ന് എം ഡി വാസുദേവൻ നായർ പോലുള്ള സാംസ്കാരിക നായകന്മാർ പ്രസംഗിച്ചത്. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, എം മുകുന്ദൻ അതിന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഈ കിരീടധാരികളെ കൈകാര്യം ചെയ്യാൻ ജനങ്ങൾക്കുള്ള അവസരമാണ് വോട്ടവകാശം. അത് നമ്മൾ മനസ്സിൽ വെക്കണം, ശക്തമായി മുന്നോട്ട് പോകണം. അതിന് ഈ വേദി ഒരുക്കിയ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ ശക്തമായ നേതൃത്വം നൽകിയ ശ്രീ ചന്ദ്രനും സുരേഷ് മാവിരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കും നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എം ഡി വാസുദേവൻ നായർ പോലുള്ള സാംസ്കാരിക നായകന്മാർ പ്രസംഗിച്ചത്. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, എം മുകുന്ദൻ അതിന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഈ കിരീടധാരികളെ കൈകാര്യം ചെയ്യാൻ ജനങ്ങൾക്കുള്ള അവസരമാണ് വോട്ടവകാശം. അത് നമ്മൾ മനസ്സിൽ വെക്കണം, ശക്തമായി മുന്നോട്ട് പോകണം. അതിന് ഈ വേദി ഒരുക്കിയ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ ശക്തമായ നേതൃത്വം നൽകിയ ശ്രീ ചന്ദ്രനും സുരേഷ് മാവിരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കും നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി AIC സെക്രട്ടറി ശ്രീ വിശ്വനാഥ് പെരുമാൾ അവരെ ക്ഷണിക്കുന്നു.